സുഹൃത്തുക്കളെ നമസ്കാരം. ഞങ്ങൾ കേദാർനാഥിൽ നിന്ന് ഇറങ്ങി രുദ്ര പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് രുദ്ര ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. അതായത് വെള്ളം അങ്ങനെ ഐസായിട്ട് നിൽക്കുന്നതാണ് ഈ ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. ഇത് രണ്ട് സ്ഥലത്തു നിന്നുള്ള ഒഴുക്കാണ് ഈ കാണുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കുന്നത് ഐസായി മാറുന്നു. ഈ ഐസ് ഇവിടെ നിങ്ങോട്ട് താഴെ ഒഴുകിപ്പോകുന്നത് മുഴുവൻ ഐസായി മാറി. ഈ കാണുന്ന മുഴുവൻ വെള്ളം ഒഴുകിപ്പോകുന്നത് ഐസായി മാറിയതാണ്. ഇത് നമുക്ക് കണ്ണെത്താ ദൂരത്തിൽ അങ്ങനെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഗ്ലേഷ്യറാണ് നമ്മുടെ ഉത്തരാഖണ്ഡ് പ്രളയത്തിന് കാരണമായതെന്നാണ് പറയുന്നത്. അതായത് ആ ബാക്കിൽ കാണുന്ന ആ ഹിമാലയം കാണുന്നില്ലേ, ആ ഹിമാലയത്തിന് തൊട്ട് താഴെയാണ് നമ്മുടെ ആ ഒരു മുഖം കാണുന്നത്. ഇത് കണ്ട ഒരു മുഖം കാണുന്നുണ്ടോ? അതിൻ്റെ താഴെയാണ് കേദാർനാഥ്. കേദാർനാഥിൻ്റെ പിന്നിലുള്ള ഈ മലനിരകളുടെ ഇടയിൽ ഇതുപോലെ കൂറ്റൻ ഗ്ലേഷ്യറുകൾ രൂപപ്പെട്ട് ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം കൂട്ട് പെട്ടെന്ന് മെൽത്തായി ഒന്നിച്ച് താഴത്തേക്ക് പോകുന്നതാണ്. കേദാർനാഥിൻ്റെ 4 പുറത്തുള്ള സർക്കാർ കണക്കനുസരിച്ച് 5000 പേരും കേദാർനാഥുകാരുടെ കണക്കനുസരിച്ച് 50,000 പേരും പൊതുവെ യുക്തിപരമായി ആലോചിച്ചാൽ 1,00,000 പേരും മരിച്ചുപോയി എന്ന് പറയപ്പെടുന്ന ഉത്തരാഖണ്ഡ് പ്രളയം അതിന് കാരണമായത് ഇത്തരം ഗ്ലേഷ്യറാണ്. ഇങ്ങനൊരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു.